നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാരും ഇരിക്കേ, സദ്യ ഇപ്പൊ വരും. മോളെ വാതില് തുറക്കും മോളെ. ദേ എല്ലാവരും കഴിക്കാൻ വന്നു. വാതില് തുറക്ക്. പറയ കൽപ്പന. എന്തായി, ഡെലിവറി ബോയെ കണ്ടോ? ഇല്ല, അയാളിനി വേറെ വഴിക്ക് വരുമെന്നറിയില്ല. എന്താ ഗൗതം ഇത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇക്കാര്യമെങ്കിലും ഒന്ന് നല്ല രീതിയിൽ ചെയ്യണമെന്ന്. കണിമംഗലത്തേക്ക് വരാൻ പല വഴികളില്ലേ? വെച്ചിട്ട് പോകുന്നുണ്ടോ? ഇങ്ങനെ ഓരോ എക്സ്ക്യൂസുകൾ കേൾക്കാനല്ല ഞാൻ അയച്ചത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ചിരിക്കാനും കൊഞ്ചാനും എന്റെ മുന്നിലേക്ക് വന്നു പോരുത്. ദേഷ്യം വരുമ്പോ കൽപ്പനയുടെ ശബ്ദം കേൾക്കാൻ നല്ല രസമാ. ഞാനിപ്പോ എവിടെയാ നിക്കുന്നതെന്നറിയാവോ? ഒരു ശവക്കുഴിയുടെ മേളില. ആ ഹോട്ടലിലെ ഡെലിവറി ബോയ് കൊണ്ടുവന്ന ഭക്ഷണം കുഴി കുത്തി മൂടിയതിന് മുകളിൽ. കൃത്യമായിട്ട് ഡെലിവറി ബോയ് എന്റെ മുമ്പിൽ വന്ന് ചാടി. ഫുഡ് ഞാൻ കളക്റ്റും ചെയ്തു. അതിന്റെ സകല ഇടപാടുകളും തീർന്നു. താങ്ക് യു ഗൗതം. ഇനിയിപ്പോ അത്യാവശ്യം ചിരിക്കാനും കൊഞ്ചാനും ഒക്കെ എനിക്ക് വേണമെങ്കിൽ അടുത്ത് വരാലോ അല്ലേ? അല്ല, അവിടത്തെ അവസ്ഥ എന്താ? മുത്തശ്ശിയോട് അവള് പറഞ്ഞിരിക്കുന്നതേ ഒരു 10 മിനിറ്റിനുള്ളിൽ എല്ലാ വിഭവങ്ങളും മേശപ്പുറത്ത് എത്തുന്ന. പാവങ്ങള് ഇവിടെ എല്ലാരും വെയിറ്റിംഗില. പ്രിയങ്കയുടെ മായാജാലം കാണാൻ. എന്നാ പിന്നെ ഞാൻ വൈകിക്കുന്നില്ല, ഞാൻ പെട്ടെന്നങ്ങ് വരാം. പിന്നെ ഗൗതം, നീ ഭക്ഷണം കുഴിച്ചു മൂടിയത് ആരും കണ്ടില്ലല്ലോ? ഏയ്, ഇവിടെയെങ്ങും ആരുമില്ല. ഓക്കെ, എന്നാ നീ പെട്ടെന്ന് വാ. ഇതിപ്പോ സദ്യ പ്രതീക്ഷിച്ചിരുന്നിട്ട് വിശന്ന് ചാവാറായല്ലോ ഉർവശി. എനിക്ക് വിശക്കുന്നുണ്ട്, പക്ഷേ നിലവറവാതില് തുറന്നാലല്ലേ. അത്യാവശ്യമായിട്ടെ ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു. നിങ്ങളെല്ലാം ഊണ് കഴിച്ചോ? നീ വൈകിട്ടൊന്നുമില്ല ഗൗതം, ഊണ് അവൾ ഇതുവരെ വിളമ്പിയിട്ടില്ല. അതെന്താ? പ്രിയങ്ക പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ലേ? അത് നടക്കാൻ സാധ്യതയില്ലല്ലോ. മോളോട് ആയത് വിളമ്പിക്കോളാൻ പറയൂ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മളൊക്കെ തമ്മിലല്ലേ. എന്നാ ചെറിയമേ, നമുക്കേ ഇലയും കിട്ടാലോ? അതിനെന്താ? നല്ല വൃത്തിയായിട്ട് തുടച്ചിടണം ചെറിയമ്മേ. കഴിക്കുന്നവരുടെ മനസ്സ് നിറയണെങ്കിലേ അങ്ങനെ വേണമെന്നാ പറയാ. അവൾ അതിനകത്ത് ജീവനോടുണ്ടോ? മോളെ പ്രിയങ്കേ, എല്ലാം തയ്യാറായോ? ദേ, ഞങ്ങളെല്ലാവരും ഇരിക്കുക കേട്ടോ. വാതിൽ തുറക്കും മോളെ. എല്ലാരും ഇരിക്കേ, സദ്യ ഇപ്പൊ വരും. മോളെ വാതില് തുറക്കും മോളെ. ദേ എല്ലാവരും കഴിക്കാൻ വന്നു. വാതില് തുറക്ക്.
പ്രിയങ്ക മോള് സമയമെടുത്തെങ്കിൽ എന്താ ഗംഭീരായിട്ടുണ്ട്. പറഞ്ഞത് സത്യമാണ് അച്ഛാ, നന്നായിട്ടുണ്ട്. ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ. സദ്യയിൽ ഇതിൽ കൂടുതൽ എന്താ പ്രതീക്ഷിക്കാനുള്ളത്? ഏട്ടത്തി ഇത് പിടിച്ച് എല്ലാവർക്കും വിളമ്പി കൊടുക്കേട്ടത്തി. പിടിക്കേ. ആ ചെറിയമ്മ ഈ കറി വിളമ്പി കൊടുക്ക. വിളമ്പിക്ക. സത്യം പറയാലോ പ്രിയങ്ക മോളെ, അടുക്കളയിൽ ആരും വേണ്ട, എല്ലാം തനിച്ച് ചെയ്തോളാന്ന് പറഞ്ഞപ്പോ ഞാനെന്താ പ്രതീക്ഷിച്ചെന്ന് അറിയാമോ? 1-2 കറികളും ചോറും. പക്ഷെ ഇതിപ്പോ കെങ്കേമായ സദ്യ തന്നെയായി. ആ കൽപ്പന ഉറവശിയിരിക്കും, ഞാൻ വിളമ്പിത്തരാം. മറ്റാരഭിപ്രായം പറയുന്നതിനേക്കാളും നിങ്ങളുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം. ദേവനാരായണൻ തിരുമേനിയുടെ കുടുംബത്തെക്കുറിച്ചും അവിടെ ജനിച്ച കുട്ടികളുടെ കൈപുണ്യത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോ ചിലർക്കൊരു ചൊറിച്ചിലൊക്കെ ഉണ്ട്. പക്ഷേ ശത്രുവിന്റെ മുമ്പിൽ ഈ ഭക്ഷണം വിളമ്പി വെച്ചാ പോലും അവരൊന്ന് അംഗീകരിച്ചിട്ടേ എഴുന്നേറ്റ് പോവത്തുള്ളൂ. ചന്ദ്രശേഖര, നീ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പ്രത്യേകിച്ച് എന്താ അഭിപ്രായം പറയാനേട്ടാ? പണ്ട് നമ്മൾ ചില സ്ഥലങ്ങളിൽ നിന്ന് മനസ്സറിഞ്ഞുണ്ണാറില്ലേ, അതിന്റെ ഒരു ടേസ്റ്റ് നാവില് വന്നതുപോലെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.